പ്രത്യേകമായിട്ട് നമ്മുടെ മംഗലാപുരത്തില് ജൂനിയർ ആർട്ടിസ്റ്റ് കിട്ടൂലേ എന്ന് വെച്ചാൽ അതൊരു ഫിലിം സിറ്റി അല്ല. അവിടെ വേറെ വേറെ ആൾക്കാർ, നോർമൽ പീപ്പിൾ, അവരെ കൊണ്ടുവന്നിട്ട് അവരെ നമുക്ക് ട്രെയിൻ ആക്കിയിട്ട് പിന്നെ we need to no change like അല്ല, കാന്താര എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഈ മലയാള ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിയ ഒരു സിനിമയാണ്. ഇതുപോലൊരു സിനിമ കന്നഡയിൽ ഇറങ്ങുമ്പോൾ ഒരു വലിയൊരു ചേഞ്ച് ആയിരുന്നു അത്. അപ്പോൾ എത്രത്തോളം ടഫാണ് അങ്ങനത്തെ ഒരു കൾച്ചർ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സ്ക്രിപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. നമുക്ക് അറിയാവുന്ന ഒരു ഏൻഷ്യൻ ഹിസ്റ്ററിയെ അതൊരു കൾച്ചർ രൂപത്തിലേക്ക്, അത് സിനിമാറ്റിക് ലെവലിലേക്ക് കൊണ്ടുവരുന്നത് ചെറിയൊരു പ്രോസസ് അല്ല. എത്രത്തോളം ടഫാണ് ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റുകൾ ചെയ്യാനായിട്ട്? ഓൾറെഡി ഒരു ഹിസ്റ്ററി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ്. No, like when we did Kantara 1, we never had a like expectation from the audience. Like we only did it to do a good film. So where we had our cultural, we needed to portray our cultural background in the terms of cinema. So we didn't had any restrictions, limitations, anything like that. We just wanted to do cinemas, and Rishabh sir was very keen and very clear about what he wanted to say to the audience. So we touched the thin line of our culture. It was not a major thing, a thin line on our culture, and rest everything was entertainment. So that's what worked on the screen. അതുപോലെ അതായത് നമ്മളിപ്പോ ഫസ്റ്റ് പാർട്ട് കണ്ടു, സെക്കൻഡ് പാർട്ട് റെഡിയാണ്. പക്ഷെ ഫസ്റ്റ് പാർട്ട് ഉണ്ടാക്കിയ ഒരു എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ ആ ഒരു നമുക്ക് കാണാനുണ്ടാവുന്ന ഒരു, നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു ഗിഫ്റ്റിന് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, സെക്കൻഡിന് അതേ എക്സൈറ്റ്മെന്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. അപ്പം എത്രത്തോളം എന്താ പറയാ, പേടിയാണോ അതോ are you afraid or are you excited more? No, definitely the fear will be there because now there is expectation on Kantara. But the thing is, like, we are very much excited at the same time because this time there will be a very big visual spectacle in Kantara. So the first time miracle happened, everything is okay, but this time we have to entertain. So that's the main goal. And yes, I'm very confident that we have done that as of now. So we'll leave it to audience what they can see out of our cinema. But yes, this time Kantara is huge. So I'm also waiting for that day to come. Thank you. രാജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നമ്മുടെ കോൺഫിഡൻസ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് വന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ടല്ലോ, ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. റിയലി എക്സലന്റ് എക്സലന്റ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവിയുടെ പ്രീമിയറിന്റെ പാർട്ടാവുന്നത് ഇങ്ങനെ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. രാജ് ബി ഷെട്ടി സർ, താങ്ക് യു ഫോർ ദ മെസ്സേജ്. കാരണം ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത ദിവസം സാർ എനിക്കൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് മീൻസ് എ ലോട്ട്. കാരണം ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ആയിട്ടും യു ആർ സോ ഹംബിൾ, അങ്ങനെ ഒരു മെസ്സേജ് ചെയ്യാൻ ഉള്ളൊരു കേർട്ടസി കാണിച്ചതിൽ. ഞാനിതിൽ 2 സോങ്ങാണ്, ഇൻട്രോയിൽ വരുന്ന ഒരു സോങ്ങും പിന്നെ ആകാശക്കോണിൽ എന്ന് പറഞ്ഞ സോങ്ങിന്റെ കുറച്ച് പോർഷൻസ് ആണ് പാടിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, വേഫെയർ ഫിലിംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ടാമത്തെ, ഞാൻ കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം രണ്ടാമത്തെ ഒരു അസോസിയേഷനാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള പടം അല്ലെങ്കിൽ പോലും നമ്മൾ ഇത്രയും കൂടുതൽ എൻജോയ് ചെയ്ത് ഈ അടുത്ത കാലത്ത് കണ്ട ഒരു സിനിമയിലാന്ന് പറയാൻ കാരണം വന്നിരിക്കുമ്പോൾ തൊട്ട് അവസാനം വരെയും ചിരിയായിരുന്നു എല്ലായിടത്തുനിന്നും. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചെറിയൊരു സിനിമയാണ്, മലയാളി ആക്ടേഴ്സ് ഒന്നും അല്ലെങ്കിൽ പോലും നമുക്ക് അവരെല്ലാം സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും. ആവത്തം അറിയാവുന്നത് രാജ് സാറിനെയാണ്, അദ്ദേഹത്തെ മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സിനിമ കണ്ടു. നല്ലൊരു സിനിമയാണ്, കൊച്ചു സിനിമയാണ്. അതിലെല്ലാ കഥാപാത്രങ്ങളും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാ ക്രൂ മെമ്പേഴ്സിനും കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. എനിക്ക് തോന്നുന്നു കന്നഡയിൽ ഇത് ഭയങ്കര ഹ്യൂജ് ഒരു സക്സസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. രവിയണ്ണൻ, ചന്ദ്രൻ, രമേശൻ, ഗുരുജി, സുലോചന, ഭാനു, സതീഷ്, അങ്ങനെ കുറേ ആൾക്കാർ ഞാൻ അതിൻ്റെ ആ വില്ലേജിൽ ഒരാളായിട്ടാണ് ഈ സിനിമ കണ്ടത്. ഇനി ഇതിൽ കൂടുതൽ വേറൊന്നും പറയാനില്ല.